ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്ത്രങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ച. അപ്പം ഞാൻ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു നാടൻ ഭക്ഷണമാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ചെറിയ പനിയൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കഞ്ഞി, നമ്മുടെ സൂപ്പർ കഞ്ഞി, എന്നാ ബിരിയാണി കഴിച്ചാലും എന്നാ കുഴിമന്തി കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുന്നതിൻ്റെ ആ ഒരു സുഖം അത് വേറെ തന്നെയാണ് അല്ലേ. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതിനപ്പുറമാണ്, വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഞ്ഞിയും പിന്നെ നല്ല നമ്മുടെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ കുറേ മത്തി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ മത്തി വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ മത്തി മേടിച്ചു, കുറേ പാക്കറ്റ് മത്തി മേടിച്ചു കേട്ടോ. അപ്പോൾ ആ മത്തിയൊക്കെ എടുത്ത് വെള്ളത്തിയിട്ടുണ്ട്, അതൊക്കെ കാണിക്കാം. അപ്പോൾ പിന്നെ ചമ്മന്തി, പിന്നെ മോരുകറി, ഒരു തോരൻ, ഇതെല്ലാം കൂടെ വെക്കാനാണ് ഇന്നത്തെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് ഞാൻ കുക്കറിൽ നമ്മുടെ ചോറല്ല കഞ്ഞിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോരുകറിക്കുള്ള നമ്മൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തോരനുണ്ടാക്കണം. പിന്നെ അതിന് പുറമെ ഇതാണ്ട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ആ കടയിൽ പോയപ്പോഴത്തേക്ക് ഒരു 5-6 പാക്കറ്റ്, അത് കൂടുതൽ മേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറേ മത്തി നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണല്ലോ. സാധാരണ ഫ്രോസൺ മത്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല, പക്ഷേ ഇതിന് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇവിടെയും ഞാൻ മത്തി കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്തികളെല്ലാം വെട്ടുക. ഇന്നത്തെ എൻ്റെ ഉദ്ദേശം ഇതാണ്. മത്തിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കണ്ടിച്ച് പിന്നെ കുറേ നമ്മൾ എന്നുവെച്ചാൽ കറിയാക്കാൻ വേണ്ടി മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ വറക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇന്ന് കുറച്ച് വറക്കണം. പിന്നെ അതിന് പുറമെ നമ്മുടെ മത്തി അച്ചാറിടാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ കേട്ടോ. എൻ്റെ പ്ലാൻ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്കിങ്ങനെ അവധി കിട്ടുമ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബൾക്കായിട്ട് ഇങ്ങനെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല, വിൻ്ററൊക്കെ വരുമ്പോഴത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളല്ലേ, ഇനിയുള്ള മാസങ്ങളൊക്കെ വിൻ്ററല്ലേ. അപ്പോൾ നമുക്ക് മത്തി അച്ചാറുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറേ മത്തി എടുത്ത് അച്ചാറും ആക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും വറുത്ത് കഴിക്കുമ്പം വറുത്ത് കഴിക്കുന്നത് അധികം നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വെട്ടാൻ തുടങ്ങാം. നമ്മുടെ ബ്രൗൺ കളറിലുള്ള ക്യാബേജ് ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് കണ്ടിച്ച് നന്നായിട്ട് മുറിച്ച് ഞാൻ തോരനുണ്ടാക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ മുളക്, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇട്ടില്ല കേട്ടോ, അതില്ലായിരുന്നു. പിന്നെ തേങ്ങ, സവോള, ഇതെല്ലാം കൂടെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാവേ. അങ്ങനെ നമ്മുടെ തോരനും നമ്മുടെ ക്യാബേജ് തോരനും മോരുകറിയൊക്കെ സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ മീൻ വേഗം ഞാൻ ക്ലീൻ ചെയ്തൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം അതിനൊന്നും സമയമില്ല. ഇനിയിപ്പം സ്കൂളിൽ പോകണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് മീനെടുത്ത് വെട്ടി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇത് വറക്കാനുള്ളതാണേ. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ സാധാരണ ചേർക്കുന്ന പൊടികളും പിന്നെ ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാവേ. അതിന് പുറമേ നമുക്ക് ബാക്കി വെട്ടാനുള്ളതാണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ മീനിനകത്തോട്ട് നമ്മുടെ എല്ലാ സംഭവങ്ങളും എന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഈ പറഞ്ഞ പോലെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഫിഷ് മസാല, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. ഇനിയിപ്പം ഉപ്പും ആഡ് ചെയ്തു നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കുവാണെങ്കിൽ എല്ലാം നന്നായിട്ട് പിടിച്ചോളും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോ മീനായിട്ട് ഇതിനകത്തോട് ഇടാമേ. എണ്ണയൊക്കെ ചൂടായി. അപ്പം ഇനിയിപ്പം ഏകദേശം 1:30 ആയി കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം. ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ പോകണം. പിള്ളേർ വരുമ്പോൾ ഫുഡ് കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരെണ്ണം കൂടെ ഇവിടെ നിന്ന് വെച്ചേക്കാം. പിന്നെ ഞാൻ സ്പേസ് ഉണ്ടാക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇനിയിപ്പം നമ്മുടെ ഇതിൻ്റെ ഈ പറഞ്ഞ മസാല എല്ലാം കൂടി ഇങ്ങനെ ഇവിടെ എല്ലാം പിടിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ ഡെയിലി മീൻ വറുത്ത് കഴിക്കുന്നവരാണ്. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ മീനൊക്കെ പെട്ടെന്ന് വറുത്തു. ഇതുണ്ടോ, അടിപൊളി മീൻ. നമ്മുടെ മത്തിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ചോറിവിടെ
ചോറല്ല, കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരൻ, നമ്മുടെ ക്യാബേജ് തോരൻ, പിന്നെ ഈ പറഞ്ഞ മോര് കറി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. എല്ലാം വേഗമായിരുന്നു, പെട്ടെന്ന് ഇത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പോകണം. കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റും തണുപ്പും ഒക്കെയാണ്, ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം അങ്ങ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.